പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകാതെ മന്ത്രിസഭായോഗം. കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങളിൽ മന്ത്രിമാർ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. ടൂറിസം മേഖലയിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകളിൽ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന നിർദ്ദേശത്തിലും കള്ളുചത്ത മേഖലയിലെ വ്യവസ്ഥകളിലുമാണ് മന്ത്രിമാർ സംശയങ്ങൾ ഉന്നയിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഇളവ് നൽകാൻ അനുമതി നൽകുന്നതായിരുന്നു കരട് നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ടൂറിസം കോൺഫറൻസുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പ്രത്യേക ഫീസ് കെട്ടിവെച്ച് 1-ാം തീയതിയും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചു. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന കരട് നയത്തിലെ വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ പുതിയ നിർദ്ദേശങ്ങളും വെച്ചു. ടൂറിസം മേഖലയ്ക്ക് സഹായകരമായ കൂടുതൽ മാറ്റം നയത്തിൽ വേണമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. വ്യവസായ നിക്ഷേപകർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് മന്ത്രി P രാജീവും ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ വ്യക്തത വേണമെന്നായിരുന്നു CPI മന്ത്രി K രാജന്റെ ആവശ്യം. ഇതോടെ ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് കരട് നയം അംഗീകരിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റിവെച്ചത്. നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന്റെ തനതു പാനീയമായ കള്ള് വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം അനുമതി നൽകിയിരുന്നു. ഇതിനുള്ള കള്ള് നക്ഷത്ര ഹോട്ടലുകൾ അവരുടെ പരിസരത്ത് നിന്ന് തന്നെ ചെത്തിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വ്യവസ്ഥയിൽ കരട് നയം മാറ്റം വരുത്തുന്നുണ്ട്. കള്ള് അതാത് പ്രദേശത്തെ കള്ള് ഷാപ്പുകളിൽ നിന്ന് വാങ്ങി വിൽക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.